ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് ചേച്ചിനെ കൊണ്ട് സ്പെഷ്യൽ ചിക്കൻ വറുത്ത ഉണ്ടാക്കാൻ പോകുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ കളിയാണ്. ഒരു മുന്നിലത്തെ മാവും ചൂട്ടിലാണ് സ്ഥിരം പരിപാടി. അപ്പം ഇവളുമാർ എന്നെ കൂടെ ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇന്നലെ കൂടിയതാണ് 3 പേരും കൂടെ. അപ്പോൾ അതാ ഇന്ന് അവർക്ക് ചിക്കൻ കാല് വേണം ഫ്രൈ. അപ്പം ഞാൻ പറഞ്ഞു അതും പുറത്തിരുന്ന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നമുക്ക് ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കിയതല്ലേടേ. ഇനിയും അടുപ്പിൽ കത്തിക്കാൻ വിറകൊക്കെ എടുത്തോണ്ട് വാ. ഇനി ചകിരി എടുത്ത് അടുപ്പിൽ വെക്ക്. തീയൊക്കെ അങ്ങനെ പിടിച്ചിരുന്നോട്ടെ. നേരെ വെക്ക്. അതാ നേരെ വെക്ക്. ഓക്കെ, ഫ്രൈ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മസാല ആക്കിയതിന് ശേഷം നമുക്ക് തീ എത്തിക്കാവേ. ആവശ്യമുള്ളത് മല്ലിച്ചപ്പ്, കറിവേപ്പില, പുതിന, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പുട്ടുപൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീരും, മുട്ട, ജീരകം. എന്ത് ജീരകമാ? വലിയ ജീരകം. ചെറുതല്ല, വലിയ ജീരകം, പെരുംജീരകം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഒന്ന് അരച്ചോണ്ട് വരട്ടെ. നമുക്ക് അരച്ചോണ്ട് വരാം. ഇതെല്ലാം മസാല എല്ലാം അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇട്ടതാ. ഇനി നമുക്ക് ചിക്കനിലിടാം. ഓക്കെ, ഇതാ മസാല. ഇലയൊന്നും അങ്ങനെ നല്ലപോലെ അരയണ്ട കേട്ടോ. ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഒന്ന് ഒതുക്കിയെടുക്കുക. പിന്നെ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. ആ ഇലയൊക്കെ ഇച്ചിരി ഇതുപോലെ ഇരിക്കണം. ഇനിയിപ്പോൾ എനിക്ക് പെരട്ടാൻ തരത്തില്ലേ? താടോ. ഓക്കെ, ഞാൻ പെരട്ടാം. ഒഴിക്കേ ഇട്ടു. നാരങ്ങ നീരൊഴിച്ചു. പിന്നെ ഉപ്പിട്ടു. പാകത്തിന് ഉപ്പ്. ഇവർക്കായതുകൊണ്ടാണ് എരിവിച്ചിരി കുറയ്ക്കണം. നിങ്ങൾ ചേർക്കുമ്പോൾ മുളക് കൂട്ടി എടുക്കണമെങ്കിൽ എടുത്തോണേ. പെരുംജീരകം, മേരി പെരുംജീരകം ഇട്ട് കൊടുത്തു. 1 സ്പൂൺ പെരുംജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിക്കടേ. അട്ടിയായി. മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഓക്കെ, കൈ കഴുകിയാൽ മതി. എല്ലാം ചേർത്തില്ലേ? ഇനി പൊടിയിട്. ഓക്കെ, പുട്ടുപൊടിയാണ് എടുക്കുന്നത് കേട്ടോ. കാര്യം വെച്ചാൽ ഇവർക്ക് നല്ല ക്രഞ്ചി ആവണം അല്ലേ, ക്രിസ്പി ആകണം. അപ്പോൾ എരിവൊക്കെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ പാകത്തിന് എരിവൊക്കെ എടുക്കണം കേട്ടോ. നല്ല പോലെ മസാല പുരട്ടണം കേട്ടോ. തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ വെക്കണം. എന്താ പോകുന്നു? മതി. ഒരു നുള്ളൊഴിക്കും. ഇച്ചിരി കൂടെ. മതി. ചീനിച്ചട്ടി വെക്കുന്ന എടുക്കണം. മതി. താണ്ടേ നമ്മുടെ ചിക്കനൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. ടെസ്സ എൻ്റെ അനിയൻ്റെ മക്കളാണ്. ഇസ, ടെസ്സ, മേരി, ഇങ്ങനെയാണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് പരിപാടി, കളി. മസാലയിൽ ഉപ്പുണ്ടോന്ന് നോക്കിയേ മേരി. ഉപ്പുണ്ടോ? ഓക്കെ. വേറെ ഇനി എന്തെങ്കിലും കൂടുതലുണ്ടോ? എരിവ് കൂടുതലുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി എരിവ് കുറച്ചിട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് മൂടി അങ്ങ് വെച്ചേക്കാം. നമുക്ക് 2 പേർക്ക് ഒരുമിച്ച്. നീ ഒരു ഭാഗം കൂടി ചിരട്ടയ്ക്ക് തീ പിടിക്കാൻ തുടങ്ങിട്ടോ. ചകിരിക്കല്ലേ? ഇവളുമാരെ കുട്ടിയാ തോറ്റ്. കൈ പൊള്ളിക്കല്ലേ മോനെ, ഞാൻ വെക്കാം. ചേച്ചി വെക്കട്ടെ. ഇനി വെച്ചോ. തീ അത്തിരി ആകുന്നതിന് മുമ്പ് വെച്ചോ. കൈ പൊള്ളിക്കല്ലേ. ഓക്കെ, ചിക്കൻ എടുക്കാനായില്ല. തീയൊക്കെ പിടിക്കട്ടെ, നന്നായിട്ട് തീ പിടിക്കട്ടെ. അല്ലാതെ ചിക്കൻ വെക്കാൻ പറ്റൂല. തീയെ നല്ലപോലെ പിടിക്കട്ടെ കേട്ടോ. സാധാരണഗതിയിൽ ഞങ്ങള് മുറ്റത്തിരുന്ന് ചിരട്ട വെച്ച് വെറുതെ കഞ്ഞിയും കറിയും കളിക്കലാണ് പരിപാടി. ഇവിടെ ഇവളുമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഞാൻ അവരോട് കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്നാ മൊബൈൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ഫോൺ വേണം. മൊബൈൽ കൊടുക്കാതിരിക്കാൻ ഞാൻ അവരോടെയും കളിക്കും.
നമ്മൾ എന്തൊക്കെ കളിയാ കളിക്കുക? കഞ്ഞിയും കറിയും വെച്ച് കളിക്കും. ആ, കഞ്ഞിയും കറിയും വെച്ച് കളിക്കും. പിന്നെ പുകയത്തൊന്നും ഇങ്ങോട്ട് മാറിയിരിക്കുവാനെ. പിന്നെ എന്നാ കള്ളനും പോലീസും കളിക്കൂലേ? പോലീസ് കളിക്കത്തില്ലേ? പോലീസും കളിക്കും. പിന്നെ വീടുണ്ടാക്കി കളിക്കും. വീടുണ്ടാക്കി കളിക്കും. അമ്മയും കുഞ്ഞും കളി. പണ്ട് ഇതൊക്കെ ചേച്ചി കുഞ്ഞിലെ കളിച്ചോണ്ടിരുന്നതാ. ഇതൊക്കെ നിങ്ങളുടെ കൂടെ കളിക്കുമ്പോ ഇല്ലേ ചേച്ചിയുടെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങോട്ട് വരിക അല്ലേ? പഴയ ഓർമ്മ വരുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റൂ അല്ലേ? പഴയ ഓർമ്മയൊക്കെ വരും മോനെ. അവിടെ അവിടെ ഇവരുടെ പേരമ്മയാണ് ഞാൻ എന്ന് പറഞ്ഞ കാച്ചി ഇത് ചക്കിലാട്ടി എന്നെ. ശരിക്കും എന്നെ വിളിക്കേണ്ടത് വല്യമ്മ അല്ലെ പേരമ്മ എന്നൊക്കെയാ. പക്ഷെ അവരെന്നെ വിളിക്കുന്നത് എന്നാന്നറിയോ? എന്നാ വിളിക്കുന്നേ? ചേച്ചി എന്നാ വിളിക്കുന്നത്. എല്ലാരും വിളിക്കുന്നത് കേട്ടിട്ടെ പിള്ളേരും ചേച്ചി എന്നാ വിളിക്കുന്നത്. ഓടിക്കാൻ പറ്റുന്നില്ലേ? കട്ടിയുള്ളതാണോ? എന്നോട് വേഗം ഓടിച്ചു തരാം. അയ്യോ, എന്നാ ഇത് പേരക്കമ്പാടി. ഓ, വെരി സക്സസ്. ഞാൻ എടുത്തു കൊടുത്ത കമ്പായോണ്ടോ? മതിയടി. മതി, ഒത്തിരി വേണ്ട. മൂന്ന് കൊച്ചു കാന്താരികളാ കേട്ടോ. ശരിക്കും ഇത് വലിയ കാന്താരിയാ. ഇതാണ് ഏറ്റവും മുറ്റ കാന്താരി. ഇത് പിന്നെ കുറച്ച് ഒതുക്കമുള്ള കാന്താരിയാ. ഈ കാന്താരിക്ക് ഇച്ചിരി ഒതുക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെടുത്ത് മറിക്കണോ? ഇതിനെടുത്ത് മറിക്കണോ? മറിക്കണോ? അങ്ങനെയൊന്നും പറയല്ലോ കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിക്കാം. ശ്രദ്ധിച്ചൊഴിക്കണേ. ആ നീ ഒഴിക്കുവാണോ? ആ, മേരി ഒഴിച്ചു. തുറന്നിട്ട് ഒഴിക്കടി. കുറച്ചും കൂടെ ഒഴിച്ചോ? ഫുള്ളായി മേരി. ഫുള്ള് ഒഴിക്കണ്ട, കുറച്ചും കൂടെ ഒഴിച്ചോ. മതി, അവൾ ഒഴിക്കട്ടെ. ആ പുകയത്തൊന്നും ഇങ്ങോട്ട് മാറിയിക്കേ. എന്നിട്ട് എണ്ണ ഇനി മതി, കൊണ്ടുവെക്കേ. എണ്ണ കൊണ്ടുവച്ചോ. എടാ മോനെ, അവിടെ ഒരു പാത്രത്തിൽ കറിവേപ്പിലുണ്ട്. ചിക്കനൊക്കെ റെഡിയായി, മസാല ഒക്കെ പിടിച്ച് അരമണിക്കൂർ. ഇനി ഞങ്ങൾ ഇത് പൊരിച്ച് കഴിക്കൂലേ? ഞാൻ ചേച്ചി ഇട്ടോളാം. ഇടല്ലേ മോനെ, എണ്ണ തെറിക്കും, ശ്രദ്ധിക്കണം. കൈ കഴുകിട്ടോ. കാല് തന്നെ അങ്ങോട്ട് വറുത്ത് തരാം അല്ലേ? ഇവളുമാർക്ക് കാലാണ് വേണ്ടിയത്. ഓക്കെ, നിനക്കും കാലാ? ഇതങ്ങോട്ട് വെച്ചോ മേരി. തീ ഒന്ന് കുറച്ചേക്കാല്ലേ? നല്ല തീയായി. അവിടെ കിടന്നങ്ങോട്ട് മൊരിയട്ടെ അല്ലേ മേരി? ആ, നമുക്കേ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ആയില്ല, ചിക്കൻ ഇച്ചിരി കൂടെ കഴിയും. ഒന്ന് വേഗണ്ടേടോ. വേണ്ട. ആ, അതെങ്ങനെയാ വേഗാതെ ആരെങ്കിലും കഴിക്കോ? പണ്ടത്തെ കാലത്തെ ആൾക്കാരോ? അതെങ്ങനെയാ? പച്ചക്കോ? അയ്യോ, ഞാൻ കേട്ടിട്ടില്ലേ പച്ചക്ക് തിന്നുന്നേ. ഇതന്നെ ഇടുന്നേ, കറിവേപ്പിലയോ? എന്നാ ഇട്. അവൾ ഇച്ചിരി എവിടെയാടി വീണത്? ഈ സൈഡിൽ കൂടെ എടുത്തില്ലായിരുന്നോ? പകുതി കരിയാപ്പില വെളിയിലാണല്ലോ ഇട്ടത്. അത് മര്യാദക്ക് ഇട്.
സ്പെഷ്യലായിട്ട് കൂടും അത് അങ്ങനെയല്ല. ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. കൊതിച്ചുകൾ ഇതാണ്ടത് ഇങ്ങനെ കാത്തിരിക്കുന്നു. കൊതിച്ചുകളൊന്നും വേണ്ട കേട്ടോ, എൻ്റെ മക്കള് നല്ല കുഞ്ഞുങ്ങളാ, അവർക്ക് അങ്ങനെ കൊതിയൊന്നുമില്ല അല്ലേ. എടി ഇസ പിടിക്കടി ആ പ്ലേറ്റ്, അവക്ക് പിടിക്കാൻ പറ്റൂല. അടുത്ത സെറ്റിടാ ഏത് കട്ടപ്പാടല്ലേ ചേച്ചിനെ കുറിച്ച് തള്ളി പറയാം. ചേച്ചിനെ കുറിച്ച് തള്ളിപ്പാടാന്ന്. അടുത്ത ബാച്ചും കൂടെ നമുക്ക് അങ്ങ് ഇട്ടേക്കാവേ. ചിക്കൻ തണുക്കുന്ന സമയം കൊണ്ട് ഒരു പാട്ട് പഠിക്കും. അല്ല, നിന്റെ കാല് തണുക്കണ്ടേ, ചിക്കൻ കാല് തണുക്കുന്ന സമയം കൊണ്ട് ഒരു പാട്ട് പഠിക്കേ. മണ്ണേ നമ്പി മരമിരിപ്പൂ താരി താരം താരോ, മരത്തെ നമ്പി കൊമ്പിരിപ്പൂ തരി താരം താരോ, കൊമ്പേ നമ്പി ഇലയിരിപ്പൂ തരി താരം താരോ, ഇലേ നമ്പി കായിരിപ്പൂ തരി താരം താരോ, കായെ നമ്പി പൂവിരിപ്പൂ തരി താരം താരോ, പൂവേ നമ്പി കായിരിപ്പൂ തരി താരം താരോ, കായെ നമ്പി പരമിരിപ്പൂ തരി താരം താരോ, പരത്തെ നമ്പി കിളിയിരിപ്പൂ തരി താരം താരോ, കിളിയെ നമ്പി ഞാനിരിപ്പൂ തരി താരം താരോ. കൈ വിട്ടോ, സ്വന്തം കൂട്ടിക്കോ, സ്വന്തം കൂട്ടിക്കോ, എല്ലാരും കൂട്ടിക്കോ. ഞാൻ കുട്ടാങ്കിരം തരുമോനി ഞാൻ തരൂല കുഞ്ഞി കുരുവിക്ക് പച്ചകാട്ട് കൂട്ടാൻ ഞാൻ തരൂല പാവമണ്ണ് കുഞ്ഞ് പച്ചകാട്ട് കൂട്ടാൻ കേട്ടില്ല. മേരി ചിക്കൻ വേണോ? എല്ലാരും ഉറക്ക പറ. ചേച്ചി ചിക്കൻകാരനാ, ഞങ്ങക്ക് ചിക്കൻ വേണോന്ന് ചോദിച്ചു. ചിക്കൻ വേണോന്ന്. ചിക്കൻ വേണോ? ചിക്കൻ കാല് തണുത്തോന്ന് നോക്കിയ ആദ്യം മേരി കുഞ്ഞിന്. അപ്പൊ എനിക്കില്ലേ തരുവല്ലേ? ആ, ഇനി കടിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടാക്കിയ ചിക്കൻ അല്ല, ഇസ ഉണ്ടാക്കിയ ചിക്കൻ കടിക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറാ. തണുത്തില്ലേടാ? തണുത്തില്ലേ? അങ്ങനെ നമ്മുടെ പറമ്പിലിരുന്ന് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. ദാ ചിക്കൻ കാലുകൾ 3 കോഴികൾ തിന്നുന്നു. അപ്പൊ ദാ 3 മക്കൾക്ക് സന്തോഷമായി, അവർ ചിക്കൻ കാല് കടിച്ചു കുറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ബാച്ചും കോരാറായി, അതും കൂടെ കോരി അകത്ത് കയറാം. ഇനി ഇവരെ അകത്ത് കയറ്റണം, വെയിൽ നല്ല ചൂടായി തുടങ്ങി. അപ്പം പതിയെ അകത്തോട്ട് കയറ്റാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.